രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. തീർച്ചയായിട്ടും പറയൂ. അതിനു മുമ്പ് ഈ സെസ് പിരിച്ച കാര്യം, സെസ് പിരിച്ചപ്പോൾ ഞങ്ങൾ സമരം നടത്തി. UDF ഇവിടെ സമരം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതും ബാലഗോപാലൻ ധനകാര്യമന്ത്രി പറഞ്ഞതും ഇത് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 രൂപ വെച്ച് സെസ് പിരിക്കുന്നത്. ഇത് അതേ ചോദ്യം മറിച്ചു ചോദിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇത് GST പെടുത്തിയില്ല? പെട്രോളിയം ഉൽപ്പന്നം GST പെടുത്തിയെങ്കിൽ 14-15% പരിധിയിൽ വന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കാം. 2016 നവംബർ മാസം 8-ാം തീയതി നോട്ട് പിൻവലിച്ചിട്ട് ഇന്ന് റിസർവ് ബാങ്കിൽ 5% നോട്ടിന്റെ കണക്ക് നിങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല? അത് എവിടെ കിടക്കുന്നു? അതിന്റെ പിന്നിൽ നടന്ന അഴിമതി എന്താണ്? 150 പേരാണ് അന്ന് ക്യൂവിൽ നിന്ന് മരിച്ചത്. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് തെറ്റാണെങ്കിൽ എന്നെ കല്ലെറിയൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വീണ്ടും ഇവിടെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ എന്ത് ഔചിത്യം, എന്ത് ഉളിപ്പില്ലാതെയാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും അധികാരത്തിലേറ്റല്ലേ ഇത്? അതല്ലേ ഏറ്റവും ആ പോളിസി ഏറ്റവും ഭംഗിയായിരുന്നു. ആഗ്രഹം വളരെ നല്ല റോഹിത് ചേട്ടന് മാത്രമല്ല ആ കാര്യത്തിൽ വലിയ ഇത് തരികയാണ്. ഇതിനു മുമ്പ് ഈ ഷാജി സംസാരിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു. ഇടുക്കി MP കുറിച്ചാണ് പറഞ്ഞത്. MP ഇവിടെ ജില്ലയിൽ വിളിക്കുന്ന മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാറില്ല, ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എനിക്കറിയത്തില്ല. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിണറായിയുടെ 1ാം സർക്കാർ അധികാരത്തിൽ വന്ന് 20ാമത്തെ ദിവസമാണ് ഈ ജില്ലയിലെ ജനങ്ങളോടുള്ള ദ്രോഹം തുടങ്ങിയത്. അന്ന് പറഞ്ഞു 8 വില്ലേജ് ഇവിടെ NOC കൊടുക്കാൻ പാടില്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുമതി ഇല്ലാതെ NOC കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2011 ഹൈക്കോടതി ഉത്തരവെന്ന കാരണം പറഞ്ഞത്. 11 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ ഇരുന്നത്? ഒരു കുഴപ്പവും ഈ നാട്ടിലുണ്ടായിട്ടില്ല. ഇപ്പം എന്താണെന്നറിയാമോ? കേരളത്തിലെ 13 ജില്ലയിലെ ജനങ്ങൾക്കുള്ള അവകാശം, സ്വാതന്ത്ര്യം അത് ഇടുക്കിയിൽ മാത്രം നിഷേധിക്കപ്പെട്ടിരിക്കുക. ഇടുക്കിയിലെ ജനങ്ങൾക്ക് മാത്രം നിർമ്മാണ നിരോധനം. 64 റൂൾ അനുസരിച്ച് ഈ ജില്ലയിൽ പട്ടയം കിട്ടിയിട്ടുള്ള ഒരു കർഷകനും വീടൊഴികെ കൃഷി ഒഴികെ മറ്റ് മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഈ മാന്യന്മാരുടെ ഗവൺമെന്റ് ചെയ്തതാ. ആ 64 റൂൾ അനുസരിച്ച LDFന്റെ സ്ഥാനാർത്ഥി 28 ഏക്കർ സ്ഥലം കോട്ടാക്കാമ്പൂരിൽ കയ്യേറിയത്. 28 ഏക്കർ സ്ഥലമാണ് കയ്യേറിയത്. 20 ഏക്കറിന്റെ പട്ടയം റദ്ദ് ചെയ്തു. ജോയ്സ് പക്ഷേ ഇപ്പോഴും സത്യവാങ്മൂലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊട്ടാക്കമ്പൂർ പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പൂർത്തിയായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് 2016 മുതൽ ഉണ്ടായ കോടതി ഇടപെടലുകൾ. ഇടുക്കിയിലെ 8 വില്ലേജിൽ മാത്രം നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കോടതി പോയി. അവർ പറഞ്ഞു കേരളത്തിന് മുഴുവൻ ബാധകമാണ് ഭൂനിയമം എന്ന് പറയുന്നത്, കേരളത്തിന് നിയമം ബാധകമാണ് ബിൽഡിംഗ് റൂൾ എന്ന് പറയുന്നത്, മൂന്നാറിന് മാത്രമായിട്ട് റൂളില്ല. അത് ചോദ്യം ചെയ്തപ്പോൾ കോടതി പറഞ്ഞു ഇവിടത്തേക്ക് മാത്രമായിട്ട് പറ്റത്തില്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭൂമി സംരക്ഷിക്കാനാണെങ്കിൽ കേരളം മുഴുവൻ നടപ്പാക്കാൻ പറഞ്ഞു. അപ്പോൾ പിണറായി വിജയന്റെ സർക്കാരിനെ പറഞ്ഞെന്നൊരു ഹൈക്കോടതിയോട് വേണ്ട, ഇടുക്കിയിൽ മാത്രം മതി നിയമം, വേറൊരിടത്തും വേണ്ട. ഭൂപതിവ് ഭേദഗതി ബില്ലോ ഒരു കാര്യവും ഇല്ല, ചുമ്മാ തട്ടിപ്പ്. അതിൻ്റെ അകത്തുണ്ടായ കാര്യം എന്താ? സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഭൂപതിവ് ഭേദഗതി ബില്ല് നടപ്പാക്കേണ്ട. നടപ്പാക്കിയാലും കാര്യമായ പ്രയോജനമില്ല. എന്തിനാണ് പിന്നെ നിയമസഭയിൽ അത് ഏകീകൃതമായി പാസ്സായി വന്നത്? ഒരു സെക്കൻഡ് ബില്ല് അഴിമതിയാണ് എന്തിനാണ് കൈവെക്കാൻ? UDF എന്തിനു കൈവക്കി? ചാണ്ടിയും വേണുവും ചോദിച്ച കാര്യം അത് മറുപടി പറയേണ്ട കാര്യമാണ്. ഇതെന്താണെന്നറിയാവോ? അസംബ്ലിയിൽ PJ ജോസഫ്, മാത്യു കൊള്ളനാടൻ MLAയും അവതരിപ്പിച്ച ഭേദഗതിയാണ്. ആ ഭൂനിയമ ഭേദഗതി നിയമം സെപ്റ്റംബർ 23-ാം തീയതി അവിടെ ചർച്ച ചെയ്യുമ്പോൾ തൊടുപുഴ MLA PJ ജോസഫും മൂവാറ്റൂർ MLA മാത്യു കൊള്ളനാടൻ്റെ ഭേദഗതി നിർദ്ദേശങ്ങളാണിത്. അതിൻ്റെ അകത്ത് ആവശ്യപ്പെട്ടാണെന്നറിയാമോ? ഈ ഭൂനിയമ ഭേദഗതിയിലാകെ പറയുന്നത് ഈ ഗവൺമെൻറ് ഇറക്കിയ സർക്കാർ ഉത്തരവ് മൂലം നിയമവിരുദ്ധമാണ് എന്ന് ഇപ്പോൾ ഇടുക്കിയിൽ കണ്ടെത്തിയിട്ടുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാധൂകരണം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ സാധൂകരണം കൊടുക്കുമ്പോഴോ ഇവർ തീരുമാനിക്കുന്ന ഫീസ അതിനെക്കുറിച്ച് പറയുന്നില്ല. എത്ര ലക്ഷമാകാം, എത്ര കോടിയാകാം, ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടം പോലെ അവർക്ക് കാശ് വാങ്ങാം. അപ്പോൾ അത് ശരിയല്ല എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. 2 ഭേദഗതി പറഞ്ഞു. ഒന്നെന്താണെന്ന് പറയോ? ഒന്ന്, ഈ നിയമം ഗവർണർ ഒപ്പിടുന്നത് വരെ മാത്രമേ, ഒരു സെക്കൻഡ്, ഈ നിയമം ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ അടുത്ത് പറയുന്നില്ല. ഇനി ഇവിടെ ഏതാണ്ട് 1,00,000-ലേറെ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാനുണ്ട്. ആ പട്ടയം കിട്ടുന്ന ഭൂമിയെക്കുറിച്ച് പറയുന്നില്ല.
അപ്പോഴും അവിടെ വേറെ അഴിമതിക്കുള്ള അവസരം ഉണ്ടാകുന്നു. മറുപടി അല്ല, അതിനുള്ള മറ്റു മറുപടി, ഇത് നടപ്പാക്കണോ വേണ്ടയോ? ഭൂപതിവ് ഭേദഗതി ബിൽ നടപ്പാക്കണോ? ഭാഗികമായിട്ട് പ്രയോജനം കിട്ടും, അത്രയേ ഉള്ളൂ. അത്രയുണ്ടല്ലോ.